ഇതിനടുത്ത് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയാനായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് പേര് ദുബായ് വഴി പോകാനായിട്ട് നോക്കുന്നുണ്ട്. ദുബായ് വഴി പോകുമ്പോഴേക്കും മർഹബ സർവീസസിൽ നിന്ന് നമ്മൾ ഓൺ അറൈവൽ വിസ എടുത്തിട്ടൊക്കെ പോകാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ടിക്കറ്റ് ദുബായിലേക്ക് എടുത്തിട്ടുണ്ടാവും. ദുബായിൽ നിന്ന് ഒരു 2-3 ദിവസമൊക്കെ അവിടെ കറങ്ങിയിട്ട് പോകാന്നുള്ള രീതിയിൽ 3 ദിവസത്തിന് ശേഷം അവിടുന്ന് ദുബായിൽ നിന്ന് നാട്ടിലേക്കൊക്കെ ആയിരിക്കും വിചാരിക്കണം. പക്ഷെ അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ BRP കാർഡ് 4 മാസം ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ 6 മാസത്തിൽ കുറഞ്ഞ് BRP കാർഡൊന്നും ഇതിന് അക്സെപ്റ്റ് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ UK ഏതെങ്കിലും എയർപോർട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവണേ അവർ വിസ ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ BRP കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റഡ് അല്ല. അതുപോലെ തന്നെ നമ്മുടെ വിസ നമുക്ക് വാലിഡ് ആയിട്ടുള്ള വിസ ഉണ്ടെങ്കിലും ഇപ്പോഴും UK ഗവൺമെന്റ് ആയിട്ടൊരു രീതിക്കും ഇത് വന്നിട്ടില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബി വഴി പോണവരാണെങ്കിൽ, അബുദാബി വഴി ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ അങ്ങോട്ട് പോകാൻ കുഴപ്പമില്ല. പക്ഷെ തിരിച്ചിങ്ങോട്ട് വരുന്ന നേരത്ത് കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എയർപോർട്ടിൽ നിന്ന് എവിടെയെങ്കിലും വരുന്ന സമയത്ത് അബുദാബി വഴിയാണ് നമ്മുടെ കണക്ഷൻ എന്നുണ്ടെങ്കിൽ 6 മാസത്തിൽ കുറഞ്ഞ BRP കാർഡൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യണില്ല. ഈ അടുത്ത് നമ്മുടെ സുഹൃത്തിന് ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കേട്ടോ.